ജനവിധിയെ വിനയത്തോടെ അംഗീകരിക്കുന്നുവെന്ന് എം പി രാജേഷ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിനെ ഇത് അനുസ്മരിപ്പിക്കുന്നുവെന്ന് രാജേഷ് പാലക്കാട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ. ജനവിധിയെ വിനയത്തോടെ കാണുന്നുവെന്ന് മന്ത്രി എം പി രാജേഷ് പ്രതികരിച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിനെ ഇത് അനുസ്മരിപ്പിക്കുന്നു. അക്കാലത്ത് ദേശീയതലത്തിൽ വലിയ മാറ്റമുണ്ടായപ്പോഴും കേരളത്തിൽ എല്ലാ സീറ്റിലും ഇടതുപക്ഷം പരാജയപ്പെട്ടു. ഇത് അസാധാരണ വിധിയെന്ന് പറയാനാകില്ല. ജനാധിപത്യത്തിൽ വിജയപരാജയങ്ങൾ സ്വാഭാവികമാണ്. പൂർണ്ണമായിട്ടല്ലെങ്കിൽ ഏറെക്കുറെ ഒരു ആവർത്തനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇതിനു മുമ്പ് 91-ലും 84-ലും ഓരോ സീറ്റാണ് LDF ജയിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിനെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ദേശീയ തലത്തിലൊരു വലിയ മാറ്റമുണ്ടായപ്പോൾ കേരളത്തിൽ അന്ന് 20-ലും ഇടതുപക്ഷം പരാജയപ്പെട്ടു. അതുകൊണ്ട് വളരെ അസാധാരണമായിട്ടുള്ള ഒരു വിധിയാണ് എന്നല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായതുപോലെ തന്നെയാണ്. ആ തെരഞ്ഞെടുപ്പിലെ വിധിയെ ഞങ്ങൾ ആഴത്തിൽ പരിശോധിച്ച് വിശകലനം നടത്തി. അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. തുടർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ വിജയത്തോടെ തിരിച്ചുവരും. അപ്പോൾ ജനാധിപത്യത്തിലും തെരഞ്ഞെടുപ്പുകളിലും ഇതൊക്കെ സ്വാഭാവികമായ ഒന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പരമാധികാരികൾ ജനങ്ങളാണ്. ജനങ്ങളുടെ വിധിയെ ഏത് വിധിയാണെങ്കിലും അത് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും വിനയത്തോടെയും ആദരവോടെയും സ്വീകരിക്കുക എന്നതാണ്. തൃശ്ശൂരിൽ BJPക്ക് വലിയ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നു. നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ കൂടുതൽ വിശകലനങ്ങൾ നടത്തുമ്പോഴേ അറിയാൻ പറ്റുക. പക്ഷെ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒന്നാണ്. പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ BJPക്ക് തിരിച്ചടി ഉണ്ടാവുന്നത്, തൃശ്ശൂരിൽ BJPക്ക് വിജയിക്കാവുന്നൊരു സ്ഥിതി ഉണ്ടായി എന്നത് വളരെ അസാധാരണം വിചിത്രവുമായിട്ടൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്നു ഈ വിധി. അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു. കോൺഗ്രസിന് ദേശീയ തലത്തിൽ സമ്പൂർണ്ണമായ പരാജയമുണ്ടായി. പക്ഷേ കേരളത്തിൽ 20 സീറ്റ് ജയിച്ചു. അതിനെ ഓർമ്മിപ്പിക്കുന്നു ഇപ്പോഴത്തെ വിധി എന്ന് പറയാനുള്ള കാരണം അതാണ്. ബാക്കി നമ്മൾ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചർച്ച ചെയ്തിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെക്കുറിച്ച് പഠിച്ച തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാനായി അപ്രതീക്ഷിതവും അസാധാരണവുമായ വിധിയായത് എന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന ചോദ്യത്തോടെ മന്ത്രി പ്രതികരിച്ചില്ല. കൂടുതൽ പഠിച്ച ശേഷം അക്കാര്യങ്ങൾ LDF നേതാക്കൾ സംസാരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. NCV ന്യൂസ്, തൃത്താല. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.